ആരുടെയും കുത്തകയല്ലാത്ത മണ്ഡലമാണ് ഇടുക്കിയിലെ പീരുമേട് നിയോജക മണ്ഡലം. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഇടതുപക്ഷത്തിന്റെ കയ്യിലാണെങ്കിലും UDF-നും ശക്തമായ വേരോട്ടമുണ്ട്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കപ്പിനും ചുണ്ടിനുമിടയിൽ പീരുമേട്ടിലെ വിജയം നഷ്ടപ്പെട്ട UDF ഇടുക്കി ജില്ലയിൽ ഇത്തവണ ഏറ്റവും കൂടുതൽ വിജയസാധ്യത പ്രതീക്ഷിക്കുന്ന മണ്ഡലം കൂടിയാണ് പീരുമേട്. LDF-ഉം UDF-ഉം ഒരുപോലെ വിജയസാധ്യത പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ് പീരുമേട്. പീരുമേട് MLA-യും CPI-യുടെ മുതിർന്ന നേതാവുമായിരുന്ന വാഴൂർ സോമന്റെ വിയോഗം, അടഞ്ഞുകിടക്കുന്ന തോട്ടം മേഖലകൾ, കൂലി കിട്ടാത്ത തോട്ടം തൊഴിലാളികൾ, SIR-ൽ വോട്ട് നഷ്ടമായവർ. കഴിഞ്ഞ തവണത്തെ തിരിച്ചടി ഉൾക്കൊണ്ട് NDA വോട്ട് നില മെച്ചപ്പെടുത്തുമോ? നോക്കാം പീരുമേട് മണ്ഡലത്തിന്റെ മത്സര ചിത്രം. പീരുമേടിന്റെ മുൻ MLA ആയിരുന്ന KK തോമസിന്റെ മകനായ സിറിയക് തോമസിന് കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജയം അകന്നു നിന്നത് നിസ്സാര വോട്ടിനാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലാകട്ടെ 9 പഞ്ചായത്തുകളിൽ 3 മാത്രമാണ് LDF-ന് ജയിക്കാനായത്. തൊഴിലാളി പ്രസ്ഥാനങ്ങൾ സജീവമായ മണ്ഡലത്തിൽ തൊഴിലാളി നേതാവായ സിറിയക് തോമസിന് തികഞ്ഞ ആത്മവിശ്വാസമാണ്. പ്രാവശ്യം 100% വിജയപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പരാജയം ഉണ്ടെങ്കിലും ഇവരോടൊപ്പമാണ് ഞാൻ. ഇവിടുത്തെ തോട്ടം തൊഴിലാളികൾ, അതുപോലെ തന്നെ സാധാരണക്കാരെ, കർഷകരെ, എല്ലാ ജനഭാവ ആൾക്കാരോടും ഒപ്പം നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിച്ചു വന്നു. ഇപ്രാവശ്യം അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരെയുള്ള ശക്തമായ ഒരു പ്രതിഷേധം നിലനിൽക്കുമ്പോൾ ഇവിടെയും പീരുമേട് നിയോജക മണ്ഡലത്തിലും ഒരു മാറ്റത്തിന് വേണ്ടി ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ജനങ്ങൾ ഒപ്പം നിൽക്കുന്നു. ഉറപ്പായിട്ടും വിജയിക്കും. 2006 മുതൽ 3 തവണ ES ബിജിമോൾ, 2021 വാഴൂർ സോമൻ. വിജയമല്ലാതെ മറ്റൊന്നും CPI-യുടെ ജില്ലാ സെക്രട്ടറി കൂടിയായ K സലീംകുമാറിന് മുന്നിലില്ല. ശക്തമായ പ്രചരണമാണ് മണ്ഡലത്തിൽ. മുഖ്യമന്ത്രിയും M സ്വരാജും അടക്കമുള്ളവർ മണ്ഡലത്തിലെത്തി പ്രചാരണം നടത്തി. ഒപ്പം കണ്ടില്ലേ, മലയാളത്തിലും തമിഴിലും ഫ്ലെക്സ് ബോർഡുകൾ. സാമൂഹ്യ മാധ്യമങ്ങളിലാണെങ്കിൽ ശക്തമായ പ്രചരണവും. ഒപ്പം ES ബിജിമോളുടെ നേതൃത്വത്തിൽ തോട്ടം മേഖലകൾ കേന്ദ്രീകരിച്ചും ശക്തമായ പ്രചരണം നടത്തുകയാണ്. കഴിഞ്ഞ 40 വർഷക്കാലമായി ഇടുക്കി ജില്ലയിൽ ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നതാണ്. വിശേഷം തൊഴിലാളികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഈ മണ്ഡലത്തിൽ നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കും. ഇടതുപക്ഷത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളുടെ നല്ല പിന്തുണയാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടത് സ്ഥാനാർത്ഥിക്കായി വണ്ടിപ്പെരിയാറിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തരിച്ച പീരുമേടിന്റെ MLA ആയിരുന്ന വാഴൂർ സോമന്റെ വീട് സന്ദർശിക്കാതെയാണ് മടങ്ങിയത്. എന്നാൽ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല വണ്ടിപ്പെരിയാറിലെ തന്റെ പ്രസംഗത്തിന് ശേഷം വാഴൂർ സോമന്റെ വീട് സന്ദർശിച്ചാണ് മടങ്ങിയത്. മുന്നോട്ട് വയ്ക്കുന്നത് രാഷ്ട്രീയമാണോ സൗഹൃദമാണോ? ഇടതിന്റെ വോട്ട് ബാങ്കിനെ ഇത് എങ്ങനെ ബാധിക്കും? ലെ തെരഞ്ഞെടുപ്പിൽ നിന്നും 2021 എത്തിയപ്പോൾ NDA-ക്ക് വോട്ട് ബാങ്കിൽ കാര്യമായ ചോർച്ചയുണ്ടായി. 4000-ലധികം വോട്ടാണ് 2021 നഷ്ടമായത്. 1991 മുതൽ തന്നെ NDA പീരുമേട്ടിൽ സജീവമാണെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് തെരഞ്ഞെടുപ്പിൽ നേടാനായ ഏറ്റവും കൂടുതൽ വോട്ട് എന്ന് പറയുന്നത് 11,833 വോട്ടുകൾ മാത്രമാണ്. ഇത്തവണ തെരഞ്ഞെടുപ്പിനായി ആദ്യം മുതൽ തന്നെ കച്ചകെട്ടിയിരുന്നത് ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റായ VC വർഗീസാണ്. എന്നാൽ നറുക്കുവീണതാകട്ടെ രതീഷ് വരകുമലയ്ക്കും. രതീഷ് ഇത്തവണ BJP-യുടെ വോട്ട് ബാങ്ക് ഉയർത്തുമോ അതോ താഴ്ത്തുമോ? പീരുമേട്ടിലെ മത്സരത്തിനെ ബാധിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നുകൂടിയാണ് BJP പിടിക്കാൻ പോകുന്ന വോട്ടുകളുടെ എണ്ണം. 22,665 വോട്ടുകളാണ് SIR-ൽ പീരുമേടിന് നഷ്ടമായിരിക്കുന്നത്. അസ്ഥിരമായ വോട്ടുകളാണ് നഷ്ടപ്പെട്ടതെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ വാദം. തോട്ടം തൊഴിലാളികളായി വന്ന് നാട്ടിലേക്ക് തിരികെ മടങ്ങുന്നവർ. എന്തായാലും ഇത് ആരുടെ വോട്ട് ബാങ്കിനെയാണ് ബാധിക്കുക എന്ന് കണ്ടു തന്നെ അറിയണം. വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.